നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശിവപഞ്ചാക്ഷരി മന്ത്രത്തിന്റെ ശക്തിയും പ്രാധാന്യവും ഉൾക്കൊള്ളുന്ന മന്ത്രമാണിത്. നമ്മുടെ ആഗ്രഹം സാധിക്കുവാൻ ശിവപഞ്ചാക്ഷരി മന്ത്രം പല രീതിയിൽ ജപിക്കാവുന്നതാണ്. ശിവപഞ്ചാക്ഷരി മന്ത്രത്തെ പോലെ ശക്തവും ശ്രേഷ്ഠവുമായ മന്ത്രമാണിത്. ക്ഷിപ്ര പ്രസാദിയായ ശിവന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ക്ഷിപ്ര ഫലസിദ്ധി ലഭിക്കുന്ന മന്ത്രം കൂടിയാണ്. നിഷ്ഠകൾ ഇല്ല, എപ്പോഴും ജപിക്കാവുന്ന മന്ത്രങ്ങളാണ്. നിഷ്ഠകൾ ഇല്ലാത്തതിനാൽ ആർക്കും എപ്പോഴും ജപിക്കാവുന്നതാണ്. ഭഗവാനോടുള്ള ശക്തി മാത്രം മതി. പൂർണ്ണമായ ഭക്തിയോടെ വിശ്വാസത്തോടെ മനസ്സിൽ ഒരാഗ്രഹം വിചാരിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിച്ചാൽ നിങ്ങളുടെ ഏതാഗ്രഹവും സാധിക്കുന്നതാണ്. ക്ഷിപ്രപ്രസാദിയായ ഭഗവാന്റെ പ്രീതി ലഭിക്കുവാൻ വളരെ ഫലപ്രദമായ മന്ത്രമാണിത്. രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലിയാൽ വളരെ നല്ലതാണ്, ശ്രേഷ്ഠമാണ്. നിലത്തിരുന്ന് മന്ത്രങ്ങൾ ചൊല്ലാൻ പാടില്ല, പാവിരിച്ചിരുന്ന് ചൊല്ലാം. ഈ മന്ത്രം 6 തരത്തിലാണ് ജപിക്കേണ്ടത്. വേഗം ഫലം ലഭിക്കുമെന്ന് കരുതി ഒന്നിച്ച് ജപിക്കാൻ പാടില്ല. നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചുള്ള മന്ത്രങ്ങൾ ചൊല്ലുക. മായ പഞ്ചാക്ഷരി മന്ത്രം യൂം നമ ശിവായ. മദന പഞ്ചാക്ഷരി മന്ത്രം ക്ലീം നമ ശിവായ. വിദ്യ പഞ്ചാക്ഷരി മന്ത്രം ഐം നമ ശിവായ. ശക്തി പഞ്ചാക്ഷരി മന്ത്രം ഹ്രീം നമ ശിവായ. മുക്തി പഞ്ചാക്ഷരി മന്ത്രം രം നമ ശിവായ. ശ്രീ പഞ്ചാക്ഷരി മന്ത്രം ശ്രീം നമ ശിവായ. ശിവ പഞ്ചാക്ഷരി മന്ത്രത്തിന്റെ ശക്തിയും പ്രാധാന്യവും ഉൾക്കൊള്ളുന്ന മന്ത്രമാണിത്. പഞ്ചാക്ഷരി മന്ത്രങ്ങൾ എല്ലാം വളരെയധികം ശക്തിയുള്ളതാണ്. എല്ലാ മന്ത്രങ്ങളും ഒരേ സമയം ചൊല്ലാൻ പാടില്ല, ഒരുമിച്ച് ജപിക്കാനും പാടില്ല. ഓരോ ആഗ്രഹങ്ങളും മനസ്സിൽ വിചാരിച്ച് ഓരോ മന്ത്രങ്ങൾ വീതം ചൊല്ലാവുന്നതാണ്. ഭഗവാനെ ഭക്തിപൂർവ്വം വിചാരിച്ച് വേണം മന്ത്രങ്ങൾ ചൊല്ലുന്നതിന്. മനസ്സിൽ ആഗ്രഹം വിചാരിച്ച് ആ ആഗ്രഹം സാധിക്കണമെന്ന് വിചാരിച്ച് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് വേണം മന്ത്രങ്ങൾ ഓരോന്നും ചൊല്ലുവാൻ. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കാവുന്നതാണ്. 3 പ്രാവശ്യം ജപിച്ചാൽ മതിയാകും. ഭക്തിയും വിശ്വാസവും ഒട്ടും കുറയാതെ ജപിക്കാവുന്ന മന്ത്രങ്ങളാണിത്. ഭക്തിയും വിശ്വാസത്തിലും മാത്രമായിരിക്കും ഫലം ലഭിക്കുക. രാത്രി ജപിച്ചാൽ രാവിലെ തന്നെ ഫലം ലഭിക്കാവുന്നതാണ്. ശക്തിയേറിയ മന്ത്രമാണ്. ഭഗവാന്റെ അനുഗ്രഹം വളരെ വേഗത്തിൽ ലഭിക്കാൻ കഴിയുന്ന മന്ത്രമാണ്. തെക്ക് ദർശനമായി മന്ത്രം ജപിക്കാൻ പാടുള്ളതല്ല. എല്ലാവരും മന്ത്രം ജപിക്കുക. ദൈവിക കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുന്നത് ഒരു നല്ല കാര്യമായിട്ട് വിചാരിക്കുന്നു. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാവരുടെ കുടുംബത്തിനും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.